യോ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റിയൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്പയർ എന്ന് മാത്രമേ പറയാറ്റുള്ളൂ. ഇൻസ്പയർ ആയിട്ടുള്ള റിയൽ വേൾഡ്, അപ്പോൾ അതായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മരം വെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കണതാണ്, അല്ലാണ്ട് ഇത് സീരിയസ് ആയി കൊണ്ടുപോകാനുള്ള യാതൊരു പ്ലാനും ഇല്ല. അപ്പോൾ ഇതിവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ അതിന് കൂടുതൽ ലാഗാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഗെയിം ഒരു രക്ഷയില്ല, മൈൻക്രാഫ്റ്റിൻ്റെ പോലെ തന്നെയാണ്. ഗ്രാഫിക്സ് വൈസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ക്രാഫ്റ്റ് ഇൻറ്റീരിയറുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് പരമായുള്ള കാര്യങ്ങളൊക്കെ ചെറുതായി മാറ്റുന്നുണ്ട്. ഇൻവെൻട്രിക്ക് മാറ്റുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇനി ഫുള്ള് കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഫുള്ള് കളിക്കും. ബട്ട് മൈൻക്രാഫ്റ്റിന് പോലെ തന്നെയാണെന്ന് തന്നെ പറയാറ്റുള്ളൂ, വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ വരുന്ന ഈ ഇൻട്രോഫീസും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ പറയുന്നത് ഗൈസ്, ഒരു ഇതില്ല. അപ്പോൾ നല്ല പനിയും ജലദോഷം ഇതൊക്കെ ആയി. ജനുവരി 1-ാം തീയതി, അതായത് ന്യൂ ഇയറിന് 1-ാം തീയതി എന്താ കുഴപ്പമുണ്ടായില്ല. 2-ാം തീയതിയാണ് തോന്നുന്നു, 2-ാം തീയതി തന്നെ ഗൈസ്. 2-ാം തീയതിയാണ് നമുക്ക് വയ്യാണ്ടായി. അത് കാരണം തന്നെ തീരെ ഒരു രീതിയിലും നമുക്ക് അതുകൊണ്ട് വീഡിയോ ഇടാനുള്ള ഒരു മനഃശക്തി ഉണ്ടായില്ല. ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം വോയിസ് ഓവർ ഇല്ലാതെ ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു. അതിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ കുറേ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടാറില്ല, ഒന്ന് പോവുക ചാനൽ നോക്കുക. അപ്പോൾ നമ്മളൊരു വീട് വെക്കുക എന്നാണ് ഇതിൻ്റെ ഗോള്. പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, അപ്പോൾ ഇതാണ് ഗോള്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. തുടർന്നുള്ള സപ്പോർട്ടിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ഇത് നോക്കുക. അപ്പോൾ നമ്മളെ ഗെയിമിൽ ഞാൻ പുതിയൊരു ഗെയിം കൊണ്ടിട്ടുണ്ട്, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പുതിയ ഗെയിമല്ല, കളിക്കണ തന്നെ. പക്ഷേ കളിക്കാർ അധികം വീഡിയോ ഉണ്ടോ അറിയില്ല. എന്തായാലും വീഡിയോ ഇടാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ വരുന്നതാണ്. ഇതിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല രസമുണ്ട്, കാരണം ഒക്കെ രസമാണ്. അപ്പോൾ ഇതൊന്ന് കളിച്ച് നോക്കണം എല്ലാവരും. റിയൽ ക്രാഫ്റ്റ് ഇതൊരിക്കലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ നോക്കണതാണ്. പ്രമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, അത്യാവശ്യം അടിപൊളി ഗെയിമാണ്. ഇപ്പോൾ ഞാൻ ഇതിന് പൊക്കി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല, പൊക്കി പറയില്ല. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടു. മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ ആ ബ്ലോക്ക് വെക്കുമ്പോൾ കണ്ടോ ഒരു കൈ ഇങ്ങനെ ആടുന്നു, ആ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ആ ബെല്ലിലേക്ക് കൂടി അടിച്ചിട്ട് പൊട്ടിക്കുക. അപ്പോൾ എന്തായാലും നൈറ്റ് ആവരെ നമുക്ക് എന്തായാലും ഈ വീട് ഫുള്ളാക്കണം, ബ്ലോക്ക് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയൊരു ഡേർട്ട് വീട് തന്നെ ഉണ്ടാക്കാം. വലിയ മോഡേണൊന്നുമല്ലല്ലോ, അപ്പോൾ ഡേർട്ട് വീട് അങ്ങനെയെങ്കിലും ഇതാവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഡേർട്ടായിട്ടാണ് റൂഫ് ഉണ്ടാക്കണേ. ക്രീപ്പറല്ലേ അത്, ക്രീപ്പറിൻ്റെ മുകളിൽ എന്താ ഇങ്ങനെ ഒരുമാതിരി തവളകളുടെ പോലെ ഇല്ലേ ഗൈസ്? തവള തന്നെ, തവള ഏലിയനും ഒക്കെ കൂടി മിക്സായൊരു ഇത്. ക്രീപ്പർ പ്ലസ് ഏലിയൻ പ്ലസ് പിന്നെന്താ പറയുക മൈൻക്രാഫ്റ്റ് പ്ലസ് ഇതൊക്കെ കൂട്ടി മിണുങ്ങി ചപ്പളി വിളിയാക്കിയ ഇതെന്ത് സ്കെൽറ്റനാ? ഇതിൻ്റെ കയ്യിൽ അമ്പില്ലല്ലോ. അയ്യോ, നമ്മളെ പുറത്ത് വെച്ച് അമ്പിട്ട് പുറത്താക്കിയിട്ടാ. ഇതെന്താ നീങ്ങാൻ പറ്റാത്ത വിട്ട്? അയ്യോ, എന്ത് കൈസ്, ഒരു ഇതൊന്നും ഭംഗിയില്ല. ഇതിൻ്റെ മോശം സൈഡുള്ള ഒന്നാണ്. മോബുകൾ പറഞ്ഞാൽ ആനിമൽസൊക്കെ കറക്റ്റ് നല്ല പക്ക സാധനങ്ങളാണ്. ഇതിൽ എക്സ്ട്രാ മോബ്സും കാര്യങ്ങളുണ്ട്. ഇതെന്താ തവള പൊരിച്ചതാ, ചിക്കൻ പൊരിച്ചാണോ, എന്തുവായുടെ ഇത്? പിന്നെ നല്ല നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും പറയണത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കെന്തായാലും നമുക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു. ഗ്രാഫിക്സ് ബേസും കാര്യങ്ങളും ഒക്കെ പക്കയാണ്, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ മൈൻക്രാഫ്റ്റായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സീരീസ് ആയാലും ബാക്കിയുള്ള സീരീസ് ആയാലും ഞാൻ വരുന്നതാണ്.
ഇപ്പോൾ ഗ്രാനി നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇത് തീർത്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയേണ്ട സമയം കഴിഞ്ഞ്, എന്നാലും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ലവ് യു, ടാറ്റാ.